ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ ഈ വിശുദ്ധ കാലത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നാം ഏവർക്കും പരിചിതമായ വേദഭാഗമാണല്ലോ അത്. പരീശന്റെയും ചുങ്കക്കാരൻ്റെയും കഥ. ഈ ഉപമ അനുതാപത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഭാഗത്തിൽ നമുക്ക് കാണാം, പരീശൻ തൻ്റെ മതപരമായ പ്രവർത്തികളെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് ബാഹ്യമായ നീതിമാനായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയം അഹങ്കാരത്താൽ നിറഞ്ഞു. എന്നാൽ തൻ്റെ പാപത്തെ അറിഞ്ഞ ചുങ്കക്കാരൻ താഴ്മയോടെ ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി യാചിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെട്ടത് പരീശനല്ല, അവനായിരുന്നു. 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാൻ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരെ നിന്ദിക്കുകയും സൽപ്രവൃത്തികളാൽ നമ്മുടെ നീതിയെ അളക്കുകയും ചെയ്യുന്ന പരീശനെ പോലെയാണോ നാം? അതോ ദൈവകാരുണ്യത്തിൻ്റെ ആവശ്യം തിരിച്ചറിയുന്ന ചുങ്കക്കാരനെ പോലെയാണോ നാം? നോമ്പുകാലം ആത്മധർമ്മത്തിനുള്ള സമയമല്ല, മറിച്ച് താഴ്മയ്ക്കും പ്രതിഫലനത്തിനും പരിവർത്തനത്തിനുമുള്ള സമയമാണ്. ഈ വചനത്തിലൂടെ ദൈവം ബാഹ്യരൂപങ്ങളെയല്ല, ഹൃദയങ്ങളെയാണ് നോക്കുന്നതെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അവൻ താഴ്മയും പശ്ചാത്താപവുമുള്ള ഒരു മനോഭാവം ആഗ്രഹിക്കുന്നു. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെയും ഈ കാലയളവിൽ മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ ആത്മാർത്ഥമായി ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിലാണ് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ചുങ്കക്കാരൻ ചെയ്തതുപോലെ താഴ്മയോടും തുറന്ന ഹൃദയത്തോടും കൂടി, ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നമുക്കവനെ സമീപിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നാം അവിടുത്തെ കൃപ അനുഭവിക്കുകയും യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.